നിനക്കെന്താ? എനിക്ക് പ്രാന്തായ പോലെ തോന്നുന്നു. എന്ന് തോന്നുന്നു. പ്രാന്തതിന്റെ അച്ഛൻ മങ്കൂറിന് സുരേഷിന്. നീ അന്യനെ പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ നിനക്കിപ്പോ അന്യനായല്ലടാ. അതല്ല, നീ അന്യ സിനിമയിലെ വിക്രമായിരുന്നു. அந்த 5 കൊലയും நான் ஒன்னும் பண்ணலே சார். பண்ணதே நான் தான். പിരിവിനും ഉണ്ടേന്ന്. എന്താ പിരിവ്? എതുക്ക് പോണോ? ഇങ്ങനെന്താ പ്രാന്താ? കുറച്ചേരായിട്ട് ഇങ്ങനെ. ഓണപ്പരിപാടിയില് പിരിവിനുണ്ടേ, പൈസ വേണ്ടേ? இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொன்ன வார்த்தை என்ன தெரியுமா? தப்பாத்துக்கலாம். കമലാസന്റെ ബാധ ഏറിയ അതിന് നോട്ടീസ് വേണ്ടിയിട്ടിരിക്കല്ലേ? ഒരു വാട്ടി മുടിവ് പണിട്ട് ഞാൻ പേച്ച് നാനേ കേൾക്ക മാട്ടേ. വിജയ് ആയ ഇപ്പം അതുകൊണ്ട് ലൈറ്റും സൗണ്ട്സ് ഒക്കെ സെറ്റ് ആക്കണ്ടേ? അതൊക്കെ ഞാൻ റെഡി ആക്കി. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. ഇപ്പതാ ജനാർദ്ദനായി. മോളിവുഡി കേറി. മൈക്ക് വയ്ക്കാൻ പെർമിഷൻ എടുക്കണ്ടേ? തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ? പിള്ളേച്ച പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞല്ല. എന്താ കാണിച്ചത്? കൊച്ചിനീഫിന്ന് പോടിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ലീവ് എടുത്ത് വീട്ടിരിക്കാമായിരുന്നു. ജയനെത്തി. നല്ല പാട്ടൊക്കെ സെറ്റ് ആക്കിയ. കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന നല്ലൊരു പാട്ട് ഞാൻ പറയാം. തമിയൂങ്കർ തമിയൂങ്കർ തമിയൂങ്കർ. വി എസ് അച്യുതാനന്ദൻ ഓൺ ദ സ്റ്റേജ്. ഇവനെ ഹോസ്പിറ്റലിൽ കാണിക്ക. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള രോഗമൊന്നുമില്ലടാവേ. ഏതാ മിമിക്രിക്കാരന്റെ ബാധയാണെന്ന് തോന്നണ്. ഇത്തവണ മറ്റവന്മാർ അടിയുണ്ടാക്കാൻ വരൂ. ഞങ്ങളൊക്കെ തെരുവോട്ടികളാ. അത് കറക്റ്റ്. തെരുവോട്ടി കൊടുമാളില്ല, ചത്താല് ഞങ്ങൾ ഒറ്റ കെട്ട. കഴിഞ്ഞോണം അടിയുണ്ടായപ്പോ ആദ്യം ഓടിയ ആളാണ് പറയണത്. അപ്പൊ നീയാ? ഞാൻ രണ്ടാമതല്ലേ ഓടിയത്. ഞാൻ പോണു. തൊണ്ണത്തെ പരിപാടി ക്യാൻസൽ. ഈ പ്രാന്തനെ കൊച്ചു